ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അബി. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു, നല്ലൊരു ദിനം ആശംസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് എത്തിയിട്ടുള്ള ഒരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ്. ഒരു ഡെസേർട്ടാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ പേര് ഖത്തൈഫ് എന്നാണ്. ഒരു അറബിക് ഡെസേർട്ടാണ്. ഇഫ്താറിനും പാർട്ടികൾക്കും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡെസേർട്ടാണ്. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനാദ്യമായിട്ട് നമ്മൾ 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് റവയാണ്. മൈദ എടുക്കുന്നതിൻ്റെ അതേ അളവിൽ തന്നെ റവയും എടുക്കുക. 1 ടീസ്പൂൺ ഈസ്റ്റ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര, ആവശ്യത്തിന് വെള്ളം. ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു 1.5 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് ഏകദേശം പാൻ കേക്കിൻ്റെയൊക്കെ ഒരു ബാറ്ററിൻ്റെ തിക്നെസ്സാണ് ഈ ബാറ്ററിന് നമുക്ക് വേണ്ടത്. അപ്പോൾ വെള്ളം കൂടി ചേർത്ത് കട്ട കെട്ടാതെ നല്ലതുപോലെ ഇളക്കിയെടുക്കുക. ശേഷം ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം ഉപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ സമയത്തേക്കും നമുക്ക് ഇതിന് വേണ്ട ഫില്ലിങ്ങും അതുപോലെ തന്നെ ഷുഗർ സിറപ്പും ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഞാൻ ഷുഗർ സിറപ്പാണ് ഉണ്ടാക്കുന്നത്. ഇതിനായി 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ ഞാൻ പഞ്ചസാര എടുക്കുന്നുണ്ട്. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് 2 ഏലക്ക പൊടിച്ചിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് റോസ് വാട്ടർ ആണ്. 2 ടീസ്പൂൺ റോസ് വാട്ടർ. ഏകദേശം 3 മിനിറ്റോളം ഇത് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിംഗ് ആണ് ചെയ്യേണ്ടത്. അതിനായി ഞാൻ 3 ടേബിൾ സ്പൂണുള്ള കസ്റ്റർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇത് ക്രീമി ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. പിന്നെ എടുത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ആണ്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഫില്ലിംഗ് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രീമിലോ ചീസിലോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് ആവശ്യത്തിന് പാലാണ്. ഇവിടെ ഞാൻ 250 ml പാലെടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ അതിന് ശേഷം നമുക്ക് കട്ട കെട്ടാതെ ഇളക്കി കൊടുക്കാം. ഈ മിക്സിനെ നമുക്കൊരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടാണ് നമ്മളിതിനെ കുക്ക് ചെയ്തെടുക്കുന്നത്, അല്ലെങ്കിൽ അടിയെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. കൈയെടുക്കാതെ നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ചൂടാറാൻ വെക്കാം. ഇപ്പോൾ നമ്മൾ വെക്കുന്ന സമയത്ത് ഇത് കട്ട കെട്ടുകയാണെങ്കിൽ ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് പാലും കൂടി ചേർത്ത് ഒന്ന് അടിച്ചെടുത്തിട്ട് ഒന്നുകൂടി ചൂടാക്കി എടുത്താൽ മതിയാകും. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഞാനൊരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഇതിൽ നിന്ന് ഓരോ തവി ബാറ്റർ എടുത്തിട്ട് നമുക്ക് പാൻ കേക്കൊക്കെ ചെയ്യുന്നത് പോലെ ചുട്ടെടുക്കാം. ഇതുപോലെ മറ്റുള്ളതും നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പോൾ ഞാനെല്ലാം ഇതുപോലെ തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാം. നേരത്തെ ചെയ്തിട്ടുള്ള കസ്റ്റർഡിൻ്റെ മിക്സാണിത്. ഇനി ഇതിലേക്ക് ഓരോ സ്പൂണ് കസ്റ്റർഡ് മിക്സ് വെച്ചതിന് ശേഷം ഇതുപോലെ നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു രീതിക്കാണ് ചെയ്യുന്നത്. പൂവടയൊക്കെ ചെയ്യുന്ന പോലെ ഫുള്ളായിട്ട് നമുക്ക് ക്ലോസ് ചെയ്ത രീതിയിലും ചെയ്യാം. ഇനി ഞാൻ കുറച്ച് ബാറ്റർ കൂടി ഫ്രണ്ടിലൊന്ന് വെച്ച് ഈ ഒരു രീതിയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇതെല്ലാം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ പിസ്ത ഉണ്ടെങ്കിൽ അത് പൊടിച്ചിട്ട് ചേർക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ എൻ്റെ കയ്യിൽ പിസ്ത ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനതിൽ ചേർത്ത് കൊടുക്കാത്തത്. ഈ ഡെസേർട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷമോ അല്ലാതെ ചൂടോടുകൂടിയോ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഡെസേർട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാകും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിലോളെന്ന് തന്നെ ചൂസ് ചെയ്യുക. അപ്പോൾ പുതിയ നല്ല മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.